നന്ദി ശ്രീ ശാലുരാജൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോക മാതൃഭാഷാ ദിനമാണ്. ഭാഷയുടെ സാംസ്കാരികമായ വൈവിധ്യം നിലനിർത്തുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ആചരിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ ആദരണീയനായ അതിഥി ശ്രീ അദ്ദേഹം വിനോദ് വൈശാഖി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ്. നമ്മുടെ ഈ പരിപാടിയുടെ കൃത്യതയാണ് പലരും വലയ്ക്കുന്നത്. സാധാരണ 9 എന്ന് പറഞ്ഞാൽ 10 മണിയാവും. അതാണ് ഇപ്പൊ IFPHന്റെ പ്രത്യേകത ആർക്കും പിടികിട്ടില്ല. ഇത് വളരെ കൃത്യമാണ്. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ താമസിച്ചെന്നോ നേരത്തെന്നോ ഒന്നുമില്ല. ഒരു കൃത്യത എല്ലാ കാര്യത്തിനും ഉണ്ട്. നമുക്ക് നമ്മുടെ ഓരോ ശ്വാസത്തിന് പോലും കൃത്യത ഉണ്ടെന്ന കാര്യം നമ്മൾ ആരും ഒരിക്കലും മറക്കരുത്. IFPH വളരെ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കാറുണ്ട്. മലയാള ഭാഷയെക്കുറിച്ച് നമ്മുടെ ഗസ്റ്റ് ഇപ്പൊ ജോയിൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. മലയാള ഭാഷയെക്കുറിച്ച് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളം കവികളുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു കവിതയുടെ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ആ പൂമാല എന്ന കവിത ശ്രീമാൻ ചങ്ങമ്പുഴ എഴുതുമ്പോൾ, മാനവന്മാർ നിൻ ചുറ്റുമാവിടൻ മാലികയ്ക്കായി വന്നെത്തുമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു മാല ഇത്രയധികം പ്രശസ്തി ഉണ്ടാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പൊ കുംഭമേള തെളിയിച്ചിരിക്കുകയാണ്. ഒരു മാല വിൽപ്പനക്കാരി ലോകം മൊത്തം അറിയുകയും മാനവന്മാർ മാലയ്ക്ക് എത്തുകയും അത് സിനിമയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. അപ്പം കവികളെന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്രാന്തദർശികളും കാലത്തെ മുൻകൂട്ടി കാണാൻ കഴിയുന്നവരാണ്. മാത്രമല്ല വളരെ മനോഹരമായിട്ട് തന്നെ മലയാള ഭാഷയിൽ ഏത് ഭാഷയും നമ്മിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും കവികളും പാട്ടുകാരുമാണ്. അപ്പോൾ ഭാഷയുടെ പുരോഗതി തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് കവികളോടും ഗായകരോടും സംഗീത സംവിധായകരോടും പ്രത്യേകിച്ച് ആദരവ് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇവിടെ ഗസ്റ്റ് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള തോന്നുന്നല്ലോ. നമുക്ക് അതെ, നമ്മൾ ഈ പറഞ്ഞ കണക്ക് കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ഇതിന്റെ അടുത്ത എന്താ പറയാ മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കാം. അതായത് മാതൃഭാഷ മനസ്സിന്റെ ഭാഷ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ആഹാരം കഴിക്കാൻ നേരത്ത് കൈ കഴുകാതെ ആഹാരം കഴിച്ചു. ആ സമയത്ത് പലരും ശിഷ്യന്മാരെ കളിയാക്കി, അതായത് വൃത്തിയില്ലാത്തവരാണ്. അപ്പൊ യേശു ക്രിസ്തു ഒരു മറുപടി പറയുന്നുണ്ട്. പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്നതല്ല, അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ മലിനപ്പെടുത്തുന്നത്. വളരെ ആഴത്തുള്ള ഒരു വാക്കാണത്. അപ്പൊ എന്താണ് ഈ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്? പലപ്പോഴും അത് മനോവ്യാപാരങ്ങൾ തന്നെയാണ്, മനസ്സിന്റെ ഭാഷയാണ്. അതെങ്ങനെയാണ്? മാതൃഭാഷയിലാണ്. അപ്പൊ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, മാതൃഭാഷ മനസ്സിന്റെ ഭാഷ. നമ്മുടെ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ടെക്നിക്കൽ പ്രോബ്ലം കാരണം നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഔട്ടായി പോയെന്നു. ഇല്ലല്ലോ, ഉണ്ട്. എന്റർ ചെയ്തു. ഓക്കെ, വിനോദ് സാറെ, അങ്ങേക്ക് സ്വാഗതം. ഔപചാരിക സ്വാഗത ആശംസിച്ച് കഴിഞ്ഞു. അങ്ങേക്ക് നേരിട്ട് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് പോകാം. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യോ സാറേ? പറഞ്ഞോളൂ. നമ്മൾ ഔപചാരികമായ സ്വാഗതം ആശംസിച്ച് കഴിഞ്ഞു. ഒരിക്കൽ കൂടി അങ്ങേക്ക് സ്വാഗതം. അങ്ങേക്ക് സംസാരിക്കാം. കേൾക്കാമോ സാർ? ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ശ്രീ വിനോദ് വൈശാഖി ആദരവ് ക്ഷണിക്കുന്നു. സാർ കേൾക്കാൻ പറ്റുന്നില്ല. സാർ കേൾക്കാമോ? എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെമിനാറിൽ ഓൺലൈനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ ആഹ്ലാദമുണ്ട്. ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് എവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം വെബിനാറുകൾ നടക്കുകയാണ്. മലയാളം നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ജന്മ അവകാശമാണ്. FGയുടെ ഒരു പ്രതിജ്ഞ ഞാൻ ഓർമ്മിക്കുകയാണ്. മലയാളമാണ് എൻ്റെ ഭാഷ, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എൻ്റെ ആകാശമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്,
ഏത് നാട്ടിലായാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എന്നാൽ നമ്മൾ അവസാനം പറഞ്ഞ ഏറ്റവും മനോഹരമായ ഒരു ഭാഷാവാചകത്തെ പലപ്പോഴും വഞ്ചിക്കുകയാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഞാൻ കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ് എന്നതാണ്. എന്താണ് ഞാൻ കാണുന്നത്? ഭാഷയിൽ മുന്നോട്ടുള്ള എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രയാണത്തിന് സഹായകമായി നിൽക്കുന്നത് നല്ലൊരു സമൂഹമാണ്. അതായത് ഭാഷ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല സിനിമകൾ നമ്മൾ കാണണം, നല്ല സിനിമയിൽ നമ്മൾ പ്രവർത്തിക്കണം. ഭാഷ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കലയിൽ പ്രവർത്തനം നടത്തണം, അതായത് സംസ്കാരത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കണം. ഭാഷ മുന്നോട്ട് പോകണമെങ്കിൽ കേരളീയ കലകൾ നമ്മളിലൂടെ പ്രവർത്തിക്കണം. പക്ഷെ ഈ 3 കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല. അതിനൊരു കാരണം, നമ്മൾ മലയാളത്തെ സ്നേഹിക്കുന്നുവെന്നും മലയാളത്തിൽ കവിതകൾ രചിച്ച് അത് പ്രചരിപ്പിക്കുന്നുവെന്നും പറയുമ്പോഴും മലയാളം 1-ാം ഭാഷയായി നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇല്ല. മലയാളം ഇപ്പോഴും 2-ാം ഭാഷയായി നിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണുള്ളത്. ഭാഷയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. ലിഖിത ഭാഷ പ്രയോഗിക്കപ്പെട്ട കാലം മുതലാണ് ഭാഷയുടെ ചരിത്രം ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. AD 9-ാം ശതകത്തിലെ വാഴപ്പള്ളി ശാസനത്തിലാണ്, അല്ലെങ്കിൽ ആ ശാസനം മുതലാണ് മലയാള ഭാഷയുടെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ മലയാള ഭാഷയുടെ ഉൽപ്പത്തി പഠിക്കാനോ ഭാഷയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള രൂപമാറ്റങ്ങൾ പഠിക്കാനോ ഒന്നും തന്നെ തയ്യാറാകാത്ത ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മൾ നിരന്തരം പ്രസംഗിക്കുന്നത്. നമ്മുടെ ഭാഷ എങ്ങനെ രൂപപ്പെട്ടു? അത് സംസ്കൃതത്തിൽ നിന്നാണോ രൂപപ്പെട്ടത്? പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥികളെ ഭാഷയുടെ പരിണാമ ഘട്ടങ്ങൾ പഠിപ്പിക്കുന്നില്ല. പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി വിദേശ ഭാഷകൾ മലയാളത്തിൽ ഉണ്ട്. അതിലെ പദങ്ങൾ മലയാളത്തിലുണ്ട്. സംസ്കൃത പദങ്ങളുടെ ആധിക്യമുണ്ട്. എന്നാൽ അതുകൊണ്ട്, അങ്ങനെ ആധിക്യമുള്ളത് കൊണ്ട് സംസ്കൃതത്തിൽ നിന്ന് മലയാളം രൂപപ്പെട്ടു എന്ന് പറയാനാവുമോ? ആ പറയുന്നതിൽ യുക്തിയുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മലയാളം രൂപപ്പെട്ടത്? പലപ്പോഴും നമ്മൾ കുട്ടികളെ തെറ്റായി പഠിപ്പിക്കാറുണ്ട്. സംസ്കൃതവും തമിഴും ചേർന്ന് രൂപം കൊണ്ടതാണ് മലയാളം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഈ മാതൃഭാഷാ ദിനത്തിലെങ്കിലും നമ്മൾ അതിനെ സംവാദമാക്കി നിലനിർത്തുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല. ഇനി 2 ഭാഷകൾ ചേർന്ന് മൂന്നാമതൊരു ഭാഷ ഉണ്ടാകുമോ? ഒരിക്കലും സാധ്യമല്ല. 2 ഭാഷകൾ ചേർന്ന് മൂന്നാമതൊരു ഭാഷ ഉണ്ടാവുക എന്നത് ഭാഷാശാസ്ത്രപരമായി അസാധ്യമാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയമാണ്. ഇനി പ്രാകൃതങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടതെന്ന് പറയാമോ? അതൊരു വാദം മാത്രമാണ്. തമിഴിന്റെ പുത്രിയാണെന്ന് പറയാമോ? അതും ഒരു വാദമാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം വരാം. ഇത് മൂലദ്രാവിഡത്തിന്റെ പുത്രിയാണോ, തമിഴിന്റെ സഹോദരിയാണോ എന്നതും ഒരു സംവാദ വിഷയമാണ്.
ഇനി ആദിനിവാസികൾ സംസാരിച്ചിരുന്ന ഭാഷയുണ്ടല്ലോ, ആ ഭാഷയും അതുപോലെ സ്വതന്ത്ര ഭാഷകളും ചേർന്ന് രൂപപ്പെട്ടതാണോ നമ്മുടെ മലയാളം? ഇതെല്ലാം വാദങ്ങളാണ്. പ്രധാനമായി നമ്മൾ പഠിപ്പിക്കുകയും പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് കിട്ടിയ മലയാളത്തെ കുറിച്ചുള്ള അറിവ് പറയുമ്പോഴും ഈ നാല് വാദങ്ങളെ കുറിച്ചാണ് നിരന്തരം പറയുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി ഇതിൽ ഏതൊക്കെയാണ് ശരി? അപ്പോൾ ഒരു സംവാദമായി അതിനെ നിലനിർത്തുന്നു. അപ്പോ ഉൽപ്പത്തിവാദം എന്നത് ഒരു സംവാദമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, മലയാളം രൂപപ്പെടുന്നതിന് മുമ്പ് എൻ്റെ നാട് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ കാൽനടയായി വന്ന് കെട്ടുകല്യാണം അവസാനിപ്പിച്ച നാടാണ്. കരിങ്കുളം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പഞ്ചായത്താണ് കരിങ്കുളം. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വന്ന് കാൽനടയായി കെട്ടുകല്യാണം അവസാനിപ്പിച്ചത്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ നാട്ടിൽ, അതായത് കരിങ്കുളം പഞ്ചായത്ത് പ്രദേശത്ത് 2-3 ഭാഷയുണ്ട്. അതായത് തീരദേശത്തെ ഒരു ഭാഷയുണ്ടല്ലോ, നമ്മൾ കടപ്പുറ ഭാഷ എന്നൊക്കെ പറയാറുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ ഭാഷ എന്ന് പറയാറുണ്ട്, അഞ്ചുതെങ്ങിലെ ഭാഷ, പൂവാറിലെ ഭാഷ, പൊഴിയൂരിലെ ഭാഷ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാനൊരു ഭാഷാ പ്രയോഗം പറയാം. ഏന കുമ്പാരി നീങ്ക ഇളച്ചണി എന്നാണ് ആ പ്രയോഗം. ഏന കുമ്പാരി നീങ്ക ഇളച്ചണി. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത് മലയാളമാണ്. അതായത് എഴുത്തില്ലാത്ത മലയാളം എവിടെയുണ്ട്? തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അത് കാസർഗോഡ് മാത്രമല്ല. ഏന കുമ്പാരി നീങ്ക ഇളച്ചണി സുഖമില്ലേ, പിള്ളാളും മറ്റും സുഖമായിട്ട് താനീ ഇരിക്കണാര്. ഇത് തിരുവനന്തപുരത്തെ തീരദേശത്തെ ഭാഷയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംസാര ഭാഷ തിരുവനന്തപുരത്ത് മറ്റ് പ്രദേശങ്ങളിലുണ്ട്. കൊല്ലത്ത് മറ്റൊരു ഭാഷയാണ്, കൊല്ലത്തിന്റെ ഭാഷയാണ്. കാസർഗോഡ് മറ്റൊരു ഭാഷയാണ്. മമ്മൂട്ടി പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ അഭിനയിച്ചോടുകൂടി സിനിമകളിൽ തന്നെ ഭാഷാപരമായ മാറ്റങ്ങൾ വന്നു. അതായത് 100 മലയാളമുണ്ട്. മലയാളിക്ക് ഓരോ ജില്ലയിലും ഓരോ മലയാളം തന്നെയുണ്ട്. ഒരു പ്രയോഗം ഇടയ്ക്കൽ ഗുഹയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള ഭാഷ എപ്പോഴാണ് രൂപം കൊണ്ടത്? ഇപ്പൊ എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു കല്ലുണ്ട്, അത് വായിക്കാൻ പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതിന്റെ ചിത്രമെടുത്ത് പുരാരേഖ വകുപ്പിന് അയച്ചു കൊടുക്കുകയും അവരത് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഇത് വട്ടെഴുത്താണ്. വട്ടെഴുത്ത്. ഈ വട്ടെഴുത്ത് എപ്പോഴാണ് രൂപം കൊണ്ടത്? മലയാളത്തിന് മുമ്പ് എപ്പോഴാണ് രൂപം കൊണ്ടത്? വട്ടെഴുത്ത് അടുത്ത കാലത്ത് വരെ പ്രചരിച്ചിരുന്നു. ഞാനത് വായിപ്പിച്ചു, ഒരാളെ കൊണ്ട് വായിച്ചപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാടിന്റെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചിന്ന മാർത്താണ്ഡൻ തുറ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അതായത് ചിന്നൻ, മാർത്താണ്ഡൻ എന്നിവർ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള സ്വത്ത് മുഴുവനും ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന ഒരു പ്രമാണമാണ് എൻ്റെ വീട്ടിലിരിക്കുന്ന 3 അടി പൊക്കവും 1.5 അടി വീതിയുമുള്ള ഒരു കല്ല്. അപ്പൊ അതിന്റെ ഭാഷ എനിക്കറിഞ്ഞൂടെ വായിക്കാൻ, പക്ഷെ അതേതാണ്? വട്ടെഴുത്താണ്. അപ്പോ നമ്മൾ ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദ്രാവിഡ ഭാഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഭാഷകൾക്ക് തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മൾ പറയും. ചില ഭാഷകൾ പദ സ്വരൂപത്തിൽ സാദൃശ്യം പ്രകടിപ്പിക്കുമ്പോൾ മറ്റ് ചില പ്രയോഗങ്ങൾ, മറ്റു ചില ഭാഷകൾ
വ്യാകരണ രൂപത്തിലാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അപ്പോ പദസ്വരൂപത്തിലും അതുപോലെ തന്നെ വ്യാകരണ ഘടനയിലും ഒരുപോലെ അടുപ്പം കാണിക്കുന്ന ഭാഷകളുണ്ട്. തമിഴ്, മലയാളം, അത് രണ്ട് ഉപശാഖകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പൊ വട്ടെഴുത്തിനെ കുറിച്ച് പറഞ്ഞാൽ, ഈ വട്ടെഴുത്ത്, ഈ ലിപിക്ക് മറ്റൊരു പേരുണ്ട്. നമ്മളതിനെ പറയുന്നത് ജ്ഞാനമെന്നോ മോനമെന്നോ ഒക്കെ പറയും. അത് 8-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന ജഡിലവർമ്മ പരാന്തകൻ ഒന്നാമന്റെ ശിലാശാസനങ്ങളിലാണ് ഈ ലിപിയുള്ളത്, വട്ടെഴുത്ത്. ഇപ്പൊ വട്ടെഴുത്ത് ഏത് കാലത്താണുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പാണ്ഡ്യരാജാവിന്റെ കാലത്താണ് ഈ ലിപി കണ്ടെത്തിയത്. മാത്രമല്ല, ചേര രാജ്യത്തിലും വട്ടെഴുത്ത് പ്രചാരത്തിലിരുന്നു. ഈ 18-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകം വരെ കേരളത്തിലും ഈ വട്ടെഴുത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. കോവിലകം വകയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും, എല്ലാ എഴുത്തുകളും വട്ടെഴുത്തിലായിരുന്നു. പിന്നെ മറ്റൊരെഴുത്തുണ്ടല്ലോ, കോലെഴുത്ത്. നമ്മൾ കോലുകൊണ്ട് എഴുതുക എന്ന അർത്ഥത്തിലാണല്ലോ കോലെഴുത്ത് എന്ന് ഉപയോഗിക്കുന്നത്. അത് വട്ടെഴുത്തിന്റെ പരിണിത രൂപമാണ്. വട്ടെഴുത്തിനെ നമ്മൾ എഴുതി മറ്റൊന്നാക്കിയതാണ് കോലെഴുത്ത്. ഈ നമ്മുടെ ഈ എവിടെയാണ്, വടക്കൻ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ കോലെഴുത്ത് പ്രചാരത്തിലുണ്ട്. ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. അടുത്ത കാലം വരെ അത് പ്രചാരത്തിലുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിനിടയിൽ. അപ്പോ നമ്മുടെ ലിപി ഏതാണ്? നമ്മുടെ ലിപി എങ്ങനെയാണ് രൂപപ്പെട്ടത്? മലയാള ലിപിക്ക് എന്താണ് മാതൃക? നമ്മൾ പറയുന്നത് നമ്മുടേത് ഗ്രന്ഥാക്ഷരമാണ് എന്നാണ്. AD 4-ഉം 5-ഉം ശതകങ്ങളിലെ പല്ലവ രാജാക്കന്മാരുടെ ശാസനങ്ങളിലാണ് ഗ്രന്ഥാക്ഷരം ഉപയോഗിച്ചിട്ടുള്ളത്. അത് കണ്ടെത്തിയിട്ടുണ്ട്. AD 1370-കളിൽ അല്ലെങ്കിൽ 73-75-കളിൽ തിരുവിതാംകോട് ശാസനമാണ് മലയാള ലിപി ഉപയോഗിച്ചുള്ള ആദ്യകാല രേഖ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഭാഷ എങ്ങനെയാണ് അതിന്റെ വ്യക്തിത്വം നിലനിർത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു മറുപടിയുണ്ട്. അത് വ്യാകരണ സംബന്ധിയായ കാര്യം കൂടെയാണ്. അപ്പോ സ്വന്തം രീതിയിൽ സ്വാംശീകരിക്കപ്പെട്ട ഒരു മലയാളം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഞാൻ ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇങ്ങനെ രൂപപ്പെട്ട നമ്മുടെ മലയാളം, എഴുത്തച്ഛൻ ഏത് നൂറ്റാണ്ടിലാണ്? എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിൽ. രാമായണവും ഭാരതവും 15-ാം നൂറ്റാണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് രാമായണവും ഭാരതവും ഉണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ. നിങ്ങൾ ഓൺലൈൻ വിട്ടിട്ട് ഇനി ഇറങ്ങി വരൂ. ഭാഷ ഇനി ഇറങ്ങി വരൂ. നിങ്ങളുടെ ഉടുപ്പിട്ടിട്ട് അവിടെ ഇരുന്നാൽ പോരാ, ഇങ്ങ് ഇറങ്ങി വരൂ. ഇവിടെ കോവളത്ത് 2 കവികൾ ജീവിച്ചിരുന്നു. അവരുടെ ഭാഷ അറിയണ്ടേ? കോവളത്ത് ലൈറ്റ് ഹൗസ് ബീച്ചിൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഇരിക്കുന്നവരൊക്കെ വന്നിരിക്കും. മാത്രമല്ല, ആ ലൈറ്റ് ഹൗസ് ബീച്ചിനടുത്ത്, അതായത് ഔവ ബീച്ചിനടുത്ത് ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകത്തിന്റെ പേര് അയ്യനപ്പിള്ള ആശാൻ സ്മാരകം എന്നാണ്. 2 കവികൾ, മലയാളത്തിന്റെ ഹോമർ എന്നറിയപ്പെടുന്നത് ആര്? അയ്യപ്പിള്ള ആശാൻ. മറ്റേയാൾ അയ്യനപ്പിള്ള ആശാൻ. ഈ 2 പേരും കൂടെ എഴുതിയതാണ് രാമകഥ പാട്ടും ഭാരതം പാട്ടും.
അപ്പോ 15-ാം നൂറ്റാണ്ടിൽ നമ്മുടെ വട്ടെഴുത്ത് കഴിഞ്ഞ് വട്ടെഴുത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭാഷ രൂപപ്പെട്ടപ്പോ 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു എഴുത്താണ് രാമകഥപ്പാട്ട്. രാമകഥപ്പാട്ടിലെ വൃത്തം എന്നറിയാം, കോവളം വൃത്തമാണ്. സാറ് മ്യൂട്ടായിപ്പോയി, അൺമ്യൂട്ട് ചെയ്യൂ സാറേ, അൺമ്യൂട്ട് ചെയ്യൂ സാർ, മ്യൂട്ടായിപ്പോയി. ഓക്കെ, വീണ്ടും അൺമ്യൂട്ട് ചെയ്യണം സാർ, മ്യൂട്ടായിപ്പോയി സാർ, അൺമ്യൂട്ട് ചെയ്യൂ കേൾക്കുന്നില്ല. സാറേ, മ്യൂട്ടായിപ്പോയി സാർ, സാർ മ്യൂട്ടായിപ്പോയി, ഫോൺ അൺമ്യൂട്ട് ചെയ്യണം സാർ. തിരമാലകൾ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. തിരമാലകൾ വരുന്നത് കണ്ട് തിരമാലയുടെ തരംഗം, ക്രസ്റ്റ് ആൻഡ് ട്രഫ്, ശൃംഗവും ഗർത്തവും ഇങ്ങനെ കണ്ട് അക്ഷരാഭ്യാസമില്ലാത്ത രണ്ട് കവികൾ, കർഷകരായി കോവളത്ത് നിലമുഴുതിരുന്ന രണ്ട് കവികൾ, ആ രണ്ട് കവികളും കൂടെ ചേർന്ന് എഴുതിയതാണ് രാമകഥപ്പാട്ടും ഭാരതം പാട്ടും. ഞാൻ അതിന്റെ ഭാഷ പറയാം. മാതൃഭാഷാ ദിനത്തിൽ ആ ഭാഷ പറയുന്നത് നല്ലതാ. നടന്തനർ നദി കടന്തു നാരണനിളയനോടും തുടന്തവർ പോന കാലം തുങ്കവഞ്ചിലയോൺ രാമൻ ഇടംപട വനമീതേതോ ഇസൽ മുനി വരനോ പണ്ടേ മടന്ത പാതകിയാൽ വാഴും വനങ്ങളും ഇതുപോലെൻറാൻ. മടന്ത പാതകി ആരാണ്? മടന്ത പാതകി താടക. ഇപ്പൊ താടകയെ 13-ാം നൂറ്റാണ്ടിൽ വിളിച്ചിരുന്നത് മടന്ത പാതകി. രാമകഥപ്പാട്ടിലെ വിശ്വാമിത്രന്റെ പേരെന്താ? നടന്തനർ നദി കടന്നു, നടന്ന് അവർ നദി കടന്നു. നാരണൻ ഇളയനോടും, നാരായണൻ ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം നദി കടന്നു. അങ്ങനെ അവർ പോകുന്ന കാലം ഇശൽ മുനി വരനെ, ഇശൽ മുനി വരൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ. അപ്പോ 13-14 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ ജനകീയ മഹാകാവ്യങ്ങളാണ് രാമകഥപ്പാട്ടും ഭാരതം പാട്ടും. നമ്മൾ അവരെ പറയണ എന്താണ് മാഷെ? അറബിക്കടലിന്റെ എഴുത്തച്ഛന്മാരെന്നാണ്. പതുങ്ങി പൊഴിമുറിച്ച് അറബിക്കടലിന്റെ എഴുത്തച്ഛന്മാർ ഏറ്റുവാങ്ങുന്ന നിമിഷത്തിൽ വാവാടും തുറ ചന്ദ്രവളയം കൊട്ടിപ്പാടും വിഴിഞ്ഞം മഹാരാജൻ പൊന്നാട ചാർത്തും നിന്നെ ബുധദർശനത്തിന്റെ പഞ്ചാര മണൽ തട്ടിൽ കോവളം തിരക്കയ്യാൽ തൊട്ടിലാട്ടിയിടും നേരം ചിന്നമാർത്താണ്ടൻ തുറ വീട്ടിലെ മൺപാത്രങ്ങൾ കുരിശിൽ മുത്തം വച്ചു ദാഹിച്ചു പൊരിയുമ്പോൾ നെയ്യാറിന് അസ്വസ്ഥത പങ്കുവയ്ക്കുന്നു. അവളപ്പോഴും ചൂളം കുത്തി പായുവാൻ ശ്രമിക്കുന്നു. കൈതവാൾ പയറ്റുകൾ, ഉത്സാഹത്തിമിർപ്പുകൾ, ആറാട്ടുകടവിലെ കൈവളക്കിലുക്കം കേട്ടടങ്ങാതോടക്കുഴൽ മീട്ടുന്ന കണ്ണന്മാരെ കൈത്തുഴയ്ക്കൊതുക്കി നീ നീന്തുവാൻ പഠിപ്പിച്ചു. കൈത്തുഴയ്ക്കൊതുക്കി നീ നീന്തുവാൻ പഠിപ്പിച്ചു. ഇതാണ് അറബിക്കടൽ. ഭാഷയ്ക്ക് പുഴയൊഴുക്കിന്റെ താളമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പേർ മലയാളത്തെ ഞാനിപ്പോ മലയാളം ലോക മാതൃഭാഷാ ദിനത്തിൽ ശ്രീകുമാരൻ തമ്പി പങ്കെടുത്ത മലയാളം മിഷന്റെ ആ യോഗത്തിൽ പങ്കെടുത്ത് ലോക മലയാളികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്കെല്ലാം ഏറ്റവും നല്ല അധ്യാപകർക്ക് മെമന്റോ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് ഈ ആൽമര ചുവട്ടിൽ. ഞാൻ ഇരിക്കുന്നത് മാനവീയം വീതിയിലെ ആൽമര ചുവട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനവീയ വീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞൂടെ. എന്നാലും ഈ ലോക മാതൃഭാഷ ദിനമല്ലേ. പരിമിതിയുണ്ട് സാർ, 10:30 നിർത്തണം. അതുകൊണ്ട് അപ്പോ ഈ സ്ഥലമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങളെ ഇന്നിങ്ങനെ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടും ഈ സ്ഥലം തിരുവനന്തപുരത്തെ മാനവീയം വീതി ആയതുകൊണ്ടും അതിനെ വെറുതെ ഒരു മിനിറ്റ് കാണിച്ചതാണ്. അപ്പൊ ഞാൻ ചുരുക്കുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ദിവസം നമുക്ക് ഭാഷ പുതുക്കാനുള്ള സംഭവം മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 2017 കേരള ഭാഷാ പഠന ആക്ട് നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ ഭരണഭാഷ മലയാളമാക്കുവാൻ വേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണഭാഷ മലയാളമാകണം. അതുപോലെ തന്നെ കോടതി ഭാഷയും എന്താവണം? മലയാളമാകണം. ഭരണഭാഷ മലയാളമാകണം, കോടതി ഭാഷയും മലയാളമാകണം. കേരളത്തിലെ നമ്മുടെ ഓഫീസുകളിലൊന്നും 100% എന്തായിട്ടില്ല? 100% ഭാഷ മലയാളമായിട്ടില്ല. അത്തരത്തിൽ
അതിനെ മലയാളമാക്കി മാറ്റാൻ ശ്രമിക്കണം. റഫീഖ് അഹമ്മദിന്റെ ഒരു കവിത ഓർമ്മിപ്പിക്കുന്നു. പുഴയൊഴുക്കിന്റെ തെളിമയായി പുഴപ്പനകൾ തൻ താളപ്പൊലിമയായി വെയിൽ മെടഞ്ഞ തെങ്ങോല വടിവായി അമ്മതൻ അമൃതധാരയായി മഴയായി ജീവന്റെ കുളിർമയായി എൻ്റെ പ്രിയ മലയാളം എന്നാണ് റഫീഖ് അഹമ്മദ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കവികൾ എഴുതുന്നുണ്ട്. കവിതകളിലെല്ലാം ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഭാഷ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ റഫീഖിന്റെ കുറച്ച് വ്യത്യസ്തമാണ്. കുരിപ്പയുടേത് വേറെ ഒന്നാണ്. ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ട് കാണിച്ച മലയാളം, പുള്ളുവൻ വീണ പുല്ലാങ്കുഴൽ നന്ദുണി ചൊല്ലു കേൾപ്പിച്ച മലയാളം, പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വീഴുന്നു കഷ്ടകാലത്തിൻ കയത്തിൽ, രക്ഷിച്ചിടേണ്ട കൈ കല്ലെടുക്കുമ്പോൾ ശിക്ഷിച്ചു തൃപ്തരാകുമ്പോൾ ഓമനത്തിങ്കൽ കിടാവു ചോദിക്കുന്നു ഓണമലയാളത്തെ എന്തു ചെയ്തു, ഓമൽ മലയാളത്തെ എന്തു ചെയ്തു. ഷൈന കൈരളിയൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ. എനിക്ക് ഷൈനയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ ചുമ്മാ ഇരുന്ന് ഓൺലൈനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മലയാളി എന്ന് പറഞ്ഞ് അഹങ്കരിക്കും. പച്ചവെള്ളം കുടിക്കുകയും ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുന്ന ആളാണ് മലയാളി, ഞാൻ ഉൾപ്പെടെയുള്ളവർ. നാലാപ്പാട പത്മനാഭൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആംഗലവാണിതൻ മക്കളായി, ഞങ്ങൾ ആംഗലവാണിതൻ മക്കളായി, ഞങ്ങൾ നാടിനെ കൂട്ടിക്കൊടുക്കയായി, ഞങ്ങൾ ചെന്തെങ്ങിൻ ചോട്ടിലിരുന്നെന്ന് കൊള വാങ്ങി കടം കുടിക്കുന്നവർ. നന്നായിട്ട് കുലച്ചു നിൽക്കുന്ന ചെന്തെങ്ങിന്റെ ചോട്ടിൽ ചാരിയിരുന്ന് കൊക്കോക്കോള കുടിക്കുന്ന ഒരു മലയാളിയായി മാറരുത് എന്ന് ഈ മാതൃഭാഷാ ദിനത്തിൽ ഓർമ്മിച്ചുകൊണ്ട് 9:40 നമ്മൾ തുടങ്ങി, 10 മണിയായി. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്തായാലും ഈ ഓൺലൈനിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയുന്നവരും ഒക്കെ ചെയ്യേണ്ടത് സ്വന്തം മക്കളെ മാതൃഭാഷ പഠിപ്പിക്കുന്ന സ്കൂളുകളിലാക്കണം. ഇംഗ്ലീഷ് മീഡിയം അവിടെ ഉണ്ട്, പക്ഷെ മാതൃഭാഷ പഠിപ്പിക്കണം. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കട്ടെ, കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ എവിടെയെങ്കിലും മാതൃഭാഷ പഠിപ്പിക്കുന്നുണ്ടോ? മാതൃഭാഷ പഠിപ്പിക്കുന്നില്ല. അവിടുത്തെ കുട്ടികൾക്ക് മാതൃഭാഷയില്ല. കേരളത്തിൽ PSC പരീക്ഷ എഴുതണമെങ്കിൽ എന്ത് വേണം? SSLCയുടെ തുല്യതയുള്ള മലയാളം സർട്ടിഫിക്കറ്റ് വേണം. അതാരെങ്കിലും കൊടുക്കുന്നുണ്ടോ? അത് സാക്ഷരതാ മിഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അത് ആരൊക്കെ കൊടുക്കുക? അത് നമ്മളാ കൊടുക്കുന്നത്, മലയാളം മിഷൻ. ഞാൻ പറയുന്നത് പ്രവാസികളായ കുട്ടികൾ പോലും മാതൃഭാഷ പഠിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭാഷാ ഭ്രാന്തില്ലാതെ മലയാളം പഠിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഔപചാരിക ഉദ്ഘാടനം ചെയ്യണം. ഞാൻ ഔപചാരികമല്ല, അല്ലാതെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നല്ല ചർച്ചകൾ തുടരട്ടെ. ഭാഷയോടുള്ള ഭ്രാന്ത് ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് വാക്കും കന്നഡ വാക്കും പോർട്ടുഗീസ് വാക്കും ഒക്കെ ഉള്ള നമ്മുടെ മലയാളത്തിനെ ബഹുസ്വരതയോടെ നിലനിർത്തുവാൻ ഭരണഘടന മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഹൃദയം നിറഞ്ഞ മാതൃഭാഷ ആശംസകൾ. നന്ദി സാർ. ശ്രീമതി ഷൈന കൈരളി, നമ്മുടെ പ്രഭാഷണത്തിന് സമയമാകുന്നു. തുടങ്ങിക്കോളൂ. മാതൃഭാഷ മനസ്സിന്റെ ഭാഷ. IFPHന്റെ 1635ാമത് പരിപാടിയാണ്. ലോക മാതൃഭാഷാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇതിൽ സ്വാഗതം ആശംസിച്ച ഷാലു രാജൻ, ഉദ്ഘാടകനായി കടന്നു വന്ന വൈശാഖി മാഷ്, എനിക്ക് നേരിട്ട് അറിയാം സാറിന്, മോഡറേറ്റർ GS മനോജ് സാർ, ഡോക്ടർ ഷൈല, അതുപോലെ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ പേർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാറ് മാതൃഭാഷയെ കുറിച്ച് അതിൻ്റെ ചരിത്രവും മറ്റു പല കാര്യങ്ങളും നമ്മുടെ നാട്ടറിവുകളും ഒക്കെയും പങ്കുവച്ചു. പക്ഷെ എന്താണ് മാതൃഭാഷ? ആദ്യമായി ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ കണ്ണുകളിൽ നിന്ന്, വാത്സല്യ ദുഗ്ധത്തിൽ നിന്ന്, മുലപ്പാലിൽ നിന്ന് പകർന്നെടുക്കുന്നതാണ് മാതൃഭാഷ. അച്ഛൻ്റെ വാത്സല്യവും ശാസനയും അധ്യാപകരുടെ അറിവിലേക്കുള്ള ഒരു വലിയ വാതായനം തുറക്കുന്ന ഭാഷ, അതുപോലെ തന്നെ അവരുടെ ശാസന ഭാഷ, നമ്മുടെ സൗഹൃദത്തിന്റെ ഭാഷ, നമ്മൾ ആദ്യമായി പ്രണയിച്ച ഭാഷ, പ്രണയം പങ്കുവച്ച ഭാഷ, നമ്മൾ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്ന ഭാഷ, ഇതാണ് നമ്മുടെ മാതൃഭാഷ. നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ ഒരു സുഹൃത്തായി കൊണ്ടു നടക്കുന്ന ഭാഷ.
നമ്മുടെ ഒരു സ്വത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്വം വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. ലോക മാതൃഭാഷാ ദിനമായി യുനെസ്കോ അത് അംഗീകരിക്കുന്നത് 1999 നവംബർ 17-നാണ്. അന്ന് മുതലാണ് ലോക മാതൃഭാഷാ ദിനമായി നമ്മൾ ഫെബ്രുവരി 21 ആഘോഷിക്കുന്നത്. 1967 പി കുഞ്ഞിരാമൻ നായർക്ക് താമരത്തോണി എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പൊ കുഞ്ഞിരാമൻ നായർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയി. അദ്ദേഹം അവാർഡൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ക്യാഷ് അവാർഡ് വാങ്ങണം, അതിന് വൗച്ചറൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തത്, അദ്ദേഹത്തിന്റെ പേരെഴുതി ഒപ്പിട്ടത് മലയാളത്തിലാണ്. അപ്പൊ കണ്ടു നിന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം ഈ ഒപ്പിടിയിക്കുന്ന ആള് പറഞ്ഞു, ഇത് ഏത് ഭാഷ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മലയാള ഭാഷയാണ്, ഇതാണ് എൻ്റെ ഭാഷ, ഇത് പറ്റില്ല, ഇംഗ്ലീഷിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഇതാണ് എൻ്റെ ഭാഷ, ഇതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വരെ എത്തിച്ചത് ഈ ഭാഷയിൽ ഞാൻ എഴുതിയത് കൊണ്ടാണ്, ഞാൻ മലയാളത്തിൽ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഇംഗ്ലീഷിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അവാർഡ് വേണ്ട, നിങ്ങളുടെ ക്യാഷ് പ്രൈസ് ഒന്നും എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തോളൂ, എൻ്റെ ഒപ്പ് ഞാൻ മാറ്റില്ല, ഇംഗ്ലീഷിലാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൻ്റെയും മേലധികാരി വന്നിട്ട് അത് അംഗീകരിക്കുകയും കുഞ്ഞിരാമൻ നായരെ വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും ചെയ്തു. അതാണ് ആത്മാവിൽ നിന്ന്, മനസ്സിൽ നിന്ന് വരുന്ന ഭാഷ, മനസ്സിൽ കുടികൊള്ളുന്ന ഭാഷ, അതാണ് നമ്മുടെ മാതൃഭാഷ. അപ്പൊ ഇതിൽ പരം ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പോ വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ നമ്മൾ എല്ലാ ദിവസവും ഇന്ന് ഒരുപാട് കേട്ടതായിരിക്കാം. നിങ്ങൾ മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരം അല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. പിന്നെ അദ്ദേഹം താഴോട്ട് പറയുന്നുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ തൻ ഭാഷ താൻ. അപ്പൊ മർത്തിന്റെ പെറ്റമ്മയാണ്, ഒരു മനുഷ്യന്റെ പെറ്റമ്മയാണ് അവന്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. മറ്റു ഭാഷകളെല്ലാം ധാത്രിമാരാണ്. നമുക്കറിയാം, 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല. എത്ര അമ്മമാരെ കൊണ്ടുവന്നാലും നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാവില്ല. അതാണ് മാതൃഭാഷയുടെ ഈ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ കാർൽ മാർക്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മർത്യവംശത്തിന്റെ മാതൃഭാഷയാണ് കവിത എന്ന്. മർത്യവംശത്തിന്റെ മാതൃഭാഷയാണ് കവിത എന്ന്. ഇപ്പൊ കവിത എന്ന് പറയുമ്പോൾ അതിനകത്ത് സാഹിത്യകൃതികളെല്ലാം പെടും. സുകുമാർ അഴീക്കോട് എപ്പോഴും പറയുന്നതാണ്, സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യ സംസ്കാരം കുടികൊള്ളുന്നത് സാഹിത്യത്തിലും വായനയിലുമാണ്. അപ്പൊ ആ സാഹിത്യം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഒരു വ്യക്തിയുടെ വികാസവും സംസ്കാരവും ഒക്കെയും വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വായിക്കണം, സാഹിത്യകൃതികൾ അറിയണം, കവിത മർത്യവംശത്തിന്റെ മാതൃഭാഷയാണ് എന്ന് കാർൽ മാർക്സ് പറഞ്ഞത്? കാരണം അത് ഒരു വലിയ ലോക ചിന്തയാണ്. ഇത്തിരി വട്ടം മാത്രം കാൺമവർ, ഇത്തിരി വട്ടം മാത്രം ചിന്തിപ്പവർ. ഇതാണ് വൈലോപ്പിള്ളി സാധാരണ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത്തിരി വട്ടം മാത്രം കാൺമവർ, ഇത്തിരി വട്ടം മാത്രം ചിന്തിപ്പവർ. അത് കുറച്ചും കൂടി വിശാലമായിട്ട് നാലപ്പാട്ട് നാരായണ മേനോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. അപ്പം മനുഷ്യന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ് അവിടെ പ്രതിഫലിക്കുന്നത്. കാരണം നമ്മൾ ജനിച്ച് കുറെ കാലം അവിടെ എവിടെയായിട്ട് ജീവിക്കുന്നു, മരിച്ചു പോകുന്നു, നമ്മൾ ഒന്നും അറിയുന്നില്ല. എവിടെയോ നമ്മൾ കുടിയിരിക്കുന്നു, നമ്മൾ എന്തൊക്കെയോ അറിയുന്നു എന്ന് ഭാവിക്കുന്നു, പക്ഷെ മനുഷ്യനൊന്നും അറിയുന്നില്ല. അപ്പോ അതെങ്കിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്നാണ് നാലപ്പാട് നാരായണ മേനോൻ ചോദിച്ചത്. അത് ശരിയാണ്. അപ്പോ ഈ ലോകത്തെ കൂട്ടിച്ചേർക്കുന്ന, മനുഷ്യനുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കണ്ണിയാണ് സാഹിത്യം അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിലേക്ക്, ലോക സംസ്കാരത്തിലേക്ക് മനുഷ്യനായി കാണാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയാണ് ഭാഷ അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യം, കവിത എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമുക്ക് കവിതയിലൂടെ അന്യനെ അറിയാം, അയൽക്കാരനെ അറിയാൻ സാധിക്കും. ദാരിദ്ര്യം എന്താണെന്ന് അറിയാൻ, അത് ദാരിദ്ര്യം അറിഞ്ഞവർക്ക് മാത്രമേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ് കവിവാക്യം. അപ്പോൾ ഈ പരക്ലേശ വിവേകം അറിയുന്നത് നമ്മൾ കവിതയിലൂടെയാണ്, നമ്മുടെ ഈ സംസ്കാരത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അന്യനെ കുറിച്ച് അറിയുന്നത് നമ്മൾ ഈ സാഹിത്യത്തിലൂടെയാണ് അറിയുന്നത്. അല്ലാതെ നമ്മൾ ഒന്ന് കണ്ടിട്ടും കാണാതെ പോകുന്നവരാണ് നമ്മൾ.
അപ്പോ ജ്ഞാനപ്പാനയിൽ പൂന്താനം പറഞ്ഞിട്ടുണ്ട്, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. നമ്മൾ കവിതയിലൂടെ പഠിക്കുന്നതാണ്. നമുക്കറിയാം ഇന്ന് ലോകത്തില് യുദ്ധക്കെടുതികൾ എന്തുമാത്രം നാശങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ക്രൂരതയാണ്. അപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കുന്നതായ ക്രൂരത. അപ്പോൾ ജ്ഞാനപ്പാനയിൽ പൂന്താനം ചോദിക്കുകയാണ്, എന്താണ്, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന്. ഇത് നമ്മൾ പഠിച്ചത് കവിതയിലൂടെയാണ്. കാർൽ മാർക്സിന്റെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മർത്യവംശത്തിന്റെ മാതൃഭാഷയാണ് കവിത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നേരറിവിന്റെ പാഠങ്ങളാണ്. അപ്പൊ കവിതയിലൂടെ നമ്മൾ പഠിക്കുന്ന നേരറിവിന്റെ പാഠങ്ങളാണ്. രാജശേഖരൻ തന്റെ കാവ്യ മീമാംസയില് ഭുവനകോശം എന്നൊരു സങ്കല്പം അവതരിപ്പിക്കുന്നുണ്ട്. ഭുവനകോശം എന്ന് പറയുന്ന അതിനകത്ത് അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാം അറിയണം. സമുദ്രത്തെക്കുറിച്ച് അറിയണം, പുഴയെക്കുറിച്ച് അറിയണം, നദിയെക്കുറിച്ച് അറിയണം, ഈ ഋതുഭേദങ്ങളെ കുറിച്ച് അറിയണം, പൂവ്, കായ്, തളിര്, അതുപോലെ കാറ്റ്, പ്രകൃതിയിലെ സകലത്തിനെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മളിത് എങ്ങനെ അറിയും? നമ്മൾ രസതന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റില്ല, നമുക്ക് മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് സാഹിത്യം പഠിക്കുമ്പോഴാണ്. അപ്പോൾ സാഹിത്യത്തിലൂടെയും കവിതയിലൂടെയും മാത്രമേ ഒരു മനുഷ്യന് മനുഷ്യത്വം എന്താണെന്ന് പഠിക്കാൻ പറ്റുകയുള്ളൂ, സംസ്കാര സമ്പന്നനായി അതുമൂലം ജീവിക്കാനും പറ്റുകയുള്ളൂ. ഇവിടെ ആശാൻ, നമുക്ക് കുമാരനാശാൻ, മലയാള സാഹിത്യത്തിന്റെ ആശയ ഗംഭീരനായ കുമാരനാശാന്റെ വളരെ വിനീതമായ 4 വരികളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയായി. നമുക്കറിയാം ആശാൻ ആശയ ഗംഭീരൻ എന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം പറയുകയാണ് വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ. അപ്പൊ ഈ ഒരു എളിമ, ഈ ഒരു വിനീത ഭാവം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? സാഹിത്യത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും ആശയ ഗംഭീരനായ അദ്ദേഹത്തിന്റെ വാക്യമാണത്. അപ്പൊ അതുപോലെ തന്നെ പ്രകൃതിയുടെ നേർക്ക് മനുഷ്യൻ ചൂഷണം നടത്തുന്നതായ സമയത്ത് അപ്പോ അതിനെക്കുറിച്ചുള്ള ഒരു വേദന കുറ്റിപ്പുറം ബാലം എന്ന് പറയുന്ന കവിതയിൽ ഇടശ്ശേരി പറയുന്നുണ്ട്. കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരൻ ഒരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കളിയും ചിരിയും കരച്ചിലും ആയി കഴിയും നരനൊരു യന്ത്രമായി പോയാൽ, എന്തെങ്കിലും അങ്ങനെ ആവുകയാണെങ്കിൽ അമ്പ പേരാറെ അമ്മേ പേരാറെ നീ മാറിപ്പോകുമോ ആകുലയാമൊരഴുക്കുചാലായി. ഇത്രമാത്രം പ്രകൃതി സ്നേഹം തുളുമ്പുന്ന വരിയാണ്. ഇതും നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് കവിതയിലൂടെയാണ്. അപ്പോൾ അവര് പ്രകൃതിയെ സംരക്ഷിക്കും, പ്രകൃതിയോട് സ്നേഹമുണ്ടാവും അവർക്ക്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരാണ്. ഈ ആർഭാടത്തിനും അതുപോലെ തന്നെ സകലതും വെട്ടിപ്പിടിക്കാൻ നമ്മൾ ഓടിയും അതുപോലെ തന്നെ വീണും ഒക്കെയും നടക്കുന്നതായ സമയത്ത് നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് പഠിക്കണം. വിനോദ് വൈശാഖി സാർ പറഞ്ഞത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലെന്നാണ്. അല്ല, 16-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ടിൽ, അതുപോലെ 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ, 18-ാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ. ഇവിടെ ഒരു തിരുത്തുണ്ട്, പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ എഴുത്തച്ഛൻ്റെ വരികള്, അപ്പം എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതായ സമയത്ത് ലോകത്തെ തന്നെ ദഹിപ്പിക്കാനുള്ള ദേഷ്യത്തോടുകൂടെ ലക്ഷ്മണൻ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ കൂടി കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പറയുന്നതാണ് വന്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഒരു ചുട്ടുപഴുത്ത ലോകത്തിൽ വീഴുന്ന ഒരു തുള്ളി ജലം പോലെ എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷണികമാണ് മനുഷ്യജീവിതം. പിന്നെ എന്തിനാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ജീവിക്കാതെ എന്തിനാണ് പ്രകൃതിയെയും മറ്റുള്ളവരെയും ചൂഷണം ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്? അത്രമാത്രം നിസ്സാരമാണ് നമ്മുടെ ജീവിതം. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തം മാം ലോകവും ആലോല ചേതസ്സാ ഭോഗങ്ങൾ തേടുന്നു. അപ്പൊ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഒരു തവള പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്, അവിടെ ഇരുന്ന് ഭക്ഷണം തേടുകയാണ്. അതുപോലെ തന്നെ കാലമാകുന്ന പാമ്പിന്റെ വാക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ. അവിടെ ഇരുന്നു കൊണ്ട് സുഖ ജീവിതം അവൻ ആഗ്രഹിക്കുകയാണ്, സുഖഭോഗങ്ങൾ തേടുകയാണ്. അപ്പൊ ഇത് ഒരിക്കൽ BP ജോയ് സാറ്
VP ജോയ് സാർ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ മുഴുവൻ എഴുത്തച്ഛൻ്റെ മഹാഭാരതവും അതുപോലെ മഹാഭാരതം കിളിപ്പാട്ടും അധ്യാത്മരാമായണം കിളിപ്പാട്ടും ഒക്കെ പഠിപ്പിക്കണം. അപ്പൊ പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾ ഈ അരാജകത്വത്തിൽ നിന്നും ക്രൂരതയിൽ നിന്നും മാറി ഒരു മാനുഷികമായ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്ക് വരികയുള്ളൂ, ഒരു സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം നയിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു. കാരണം ഇതൊക്കെയും കുട്ടികൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാമായണത്തിൽ പറയുന്ന ഒരു 4 വരി ലോകത്തിലുള്ള സകലരും പഠിക്കേണ്ടതാണ്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി കാട്ടിലേക്ക് വനവാസത്തിന് പോകാൻ നിൽക്കുന്നതായ സമയത്ത് ലക്ഷ്മണന്റെ അമ്മ സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്, രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യ മടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ വരുന്നത് ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. നീ ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയെ പോലെ കാണണം. അതുപോലെ രാമനെ നീ അച്ഛനെ പോലെ കാണണം. പിന്നെയോ അടവിയെ, വനത്തെ നീ അയോധ്യയായിട്ടും കാണണം. നീ സുഖമായി പോയിട്ട് വരൂ എന്ന്. അപ്പൊ നമ്മുടെ എല്ലാ മക്കൾക്കും, ആൺകുട്ടികൾക്കും എല്ലാ അമ്മമാരും അച്ഛന്മാരും കൊടുക്കേണ്ട ഒരു ഉപദേശമാണ്, രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യ മടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം. അത് എല്ലാ മക്കളും പഠിക്കേണ്ടതാണ്. ഇതൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ദേവിയായും സഹോദരിയായും തീർച്ചയായിട്ടും കാണും. ഇത് പഠിക്കാത്തത് കൊണ്ടാണ് പലയിടത്തും പീഡനങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ കവിതയിലൂടെയാണ്, സാഹിത്യത്തിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചതായ ഒരു കവിതയാണ്, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ഉഷസ്സങ്ങും പ്രകാശിച്ചിടും ദേവൻ സൂര്യനുദിക്കും ഇക്കമലവും താനേ വിടർന്നിടുമേ ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനം ആരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനി. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, എന്തുമാത്രം ആശയതലമുള്ള പദ്യമാണ്. നമ്മുടെ കുട്ടികൾ ഈ പദ്യത്തിൽ കുറേ കാണാതെ പഠിക്കണം. അവരുടെ ജീവിതത്തിൽ ഉടനീളം ഇവര് കാണാതെ ബൈഹാർട്ടാക്കി ഇതിനെ കൊണ്ട് നടക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും ചതിക്കുഴിയിൽ വീഴാതിരിക്കുന്നതിനുള്ള പദ്യമാണത്. ഓ, പൂവിൽ നിന്ന് തേന് കുടിച്ച് മത്തനായി പോയതായ വണ്ട് ആ പൂവിനുള്ളിലിരുന്ന് ഉറങ്ങിപ്പോയി. പാതിരാത്രിയായപ്പോൾ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ഉണർന്നപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഓർമ്മിക്കുകയാണ്, രാവിപ്പോൾ ക്ഷണം അങ്ങൊടുങ്ങിടും ഉഷസ്സെങ്ങും പരന്നിടും ദേവൻ സൂര്യനുദിക്കും ഈ കമലവും താനേ വിടർന്നിടും. സൂര്യനുദിക്കുമ്പോൾ താമര എന്ത് ചെയ്യും? വിടരും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറന്നു പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ മനം ആര് കണ്ടു? പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും. ആ പത്മിനിയും അതിനെ ദന്തീന്ദ്രൻ, ആന, അന്ന് കുളിക്കാൻ ഇറങ്ങിയതായ ആന പിഴുതെടുത്ത് ദൂരെ കളഞ്ഞു. എല്ലാം നശിച്ചുപോയി. അപ്പോ ഇത് വരാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുട്ടികൾ ചതിക്കുഴിയിൽ വീഴാതിരിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? ഭാഷ പഠിക്കണം. ഭാഷ നന്നായിട്ട് അറിയണം, സാഹിത്യം പഠിക്കണം, ലോക സാഹിത്യം അവരറിയണം. നമ്മുടെ മാതൃഭാഷ നമ്മൾ അംഗീകരിക്കണം, ഉൾത്തേനായിട്ട് കൊണ്ട് നടക്കണം. വള്ളത്തോൾ പറഞ്ഞത്, നമ്മുടെ മാതൃഭാഷ ഉൾത്തേനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉലാവുന്നതാണ്. മറ്റുള്ള ഭാഷകളെല്ലാം ഹൃദയത്തിന്റെ പുറത്തിരിക്കുന്ന വെള്ളത്തുള്ളികൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ ഭാഷയും നമ്മൾ പഠിക്കണം. MN കാരശ്ശേരി മാഷ് ഈ അടുത്ത സമയത്ത് പറഞ്ഞതാണ്, ഭാഷ പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷേ ഇംഗ്ലീഷിലൂടെ പഠിക്കുകയല്ല വേണ്ടത്. ഇംഗ്ലീഷിലൂടെ പഠിക്കരുത്, ഇംഗ്ലീഷ് പഠിക്കണം. ലോക ഭാഷകളെല്ലാം പഠിക്കണം. ഹെർമൻ ഗുണ്ടർട്ട് എന്താ പറഞ്ഞത്? ഇനി പർദീസയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും എനിക്കൊരു പുതിയ ഭാഷ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പഠിക്കുമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം ഭാഷ നമ്മൾ പഠിക്കണം. എത്ര ഭാഷ പഠിച്ചാലും അത് നല്ലതാണ്. പക്ഷെ നമ്മുടെ മാതൃഭാഷയെ മറന്നുകൊണ്ട് നമുക്ക് ഒന്നും വേണ്ട. മാതൃഭാഷയിലൂടെ മാത്രമേ ഏതൊരു ശാസ്ത്രവും ഏതൊരു വേദഗ്രന്ഥവും കാഠിന്യമുള്ള എന്തും നമുക്ക് ഉൾത്തേനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിയുകയുള്ളൂ. വൈലോപ്പിള്ളിയുടെ 2-3 കവിത എനിക്ക് ഓർമ്മ വരികയാണ്. ഉയിരിൻ കൊലക്കുരുക്കാകം കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലോ ജയം എന്ന് അദ്ദേഹം ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പറയുന്നുണ്ട്. അപ്പോ കയർ എന്ന് പറയുന്നത് ഒരു കൊലക്കുടുക്കാണ്. ആ കയറിനെ നമുക്ക് ഊഞ്ഞാലാക്കാനും കഴിയും.
ഊഞ്ഞാൽ സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും പ്രതീകമാണ്. അതാക്കാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം അതേ കവിതയിൽ പറയുന്നുണ്ട്, എന്തിനും മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങളല്ല, മാത്രകൾ മാത്രം. മനുഷ്യായുസ്സിൽ നമുക്ക് ലഭിക്കുന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മളെ അവസാനം വരെ, മരണം വരെ ജീവിപ്പിക്കുന്നത്. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തെ പരിപൂർണമാക്കി, അതുപോലെ തന്നെ സന്തോഷപ്രദമായി പ്രത്യാശയുള്ളതാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഇപ്പോ ഈ യുദ്ധങ്ങളും കെടുതികളും ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും കുടിയിറക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിത ഖണ്ഡകാവ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരേ യുഗം വെല്ലുവിളിപ്പോ, ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ. ലോകത്തിൽ എന്തെങ്കിലും സാമൂഹികമായ ദുർനിയമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ യുദ്ധത്തിലൂടെ അല്ല പരിഹരിക്കേണ്ടത്, സ്നേഹസുന്ദര പാതയിലൂടെയാണ് പരിഹരിക്കേണ്ടത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പഠിപ്പിച്ചതും ആശാൻ തന്നെയാണ്, വൈലോപ്പിള്ളിയാണ്. മറ്റേ വിശ്വസംസ്കാര പാലകരാകും അത് പറഞ്ഞിട്ടുള്ളത് കുടിയൊഴിക്കലിലാണ് അദ്ദേഹം അത് പറയുന്നത്. അതേ കവിതയിൽ കുടിയൊഴിക്കലിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേവലം മൺതുരുമ്പിൽ കിടപ്പൂ ദേവലോകം തുറന്നിടും താക്കോൽ. ദേവലോകം തുറക്കാനുള്ളതായ താക്കോൽ കിടക്കുന്നത് എവിടെയാണ്? കേവലം മൺതുരുമ്പിലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ അപകർഷതയുള്ളവരാണ്. ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് എനിക്കറിയാം, അപകർഷതയുള്ള ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും, താമര എവിടെയാണ് വളരുന്നത്? ചേറിലാണ്, മനോഹരമായ താമര. അതുപോലെ തന്നെ നമുക്ക് പശ്ചാത്തലം മങ്ങിയതായിരിക്കും. നമുക്ക് ഏത് സാഹചര്യത്തിലും വളരാൻ പറ്റും. ഏത് സാഹചര്യത്തിലും നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. അപ്പോ ഇത് നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരും. അതുകൊണ്ടാണ് വൈലോപ്പിള്ളി കുടിയിറക്കൽ കേവലം മൺതുരുമ്പിൽ കിടപ്പൂ ദേവലോകം തുറന്നിടും താക്കോൽ എന്ന് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് വന്നതായിരുന്നു. ഇതിനകത്ത് ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ളത്, അതായത് പദ്യവും പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പഠന കാര്യങ്ങൾ ഇന്ന് കൂടുതൽ ഇടപെടുന്ന ആരാണെന്ന് നോക്കിയാൽ അമ്മമാരാണ്. അപ്പം എങ്ങനെ മാർക്ക് വാങ്ങിക്കാമെന്ന് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ, വെറും പ്രായോഗികമായി ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ സാഹിത്യപരമായ വായനയില്ല, പത്ര വായനയില്ല, പുസ്തക വായനയില്ല, മാർക്ക് മാത്രം. അപ്പൊ ഇത് പുനർവിചിന്തനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കും കാണൂല, മക്കളും കാണാത്ത അവസ്ഥയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്നായിട്ട് രണ്ടുപേരും സംസാരിച്ചത്. നമ്മൾ ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഒരു കൺസേൺ വന്നത്. എന്നാലും മാഡം ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും ട്യൂഷൻ വേറെ ഒന്നിനും സമയമില്ല. ജനിക്കും മുമ്പൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാരതൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്നൊരു പേഷ്യന്റ്, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നാരങ്ങ വെള്ളം കുടിച്ചോ? അപ്പൊ കുട്ടി ഇല്ല, ഞാൻ ലെമൺ ജ്യൂസ് കുടിച്ചു വന്നു. അപ്പൊ അമ്മ ഇങ്ങനെ രോമാഞ്ചം കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഞാൻ പറയുകയും ചെയ്ത്, ഈ ഒരു ദുരന്തത്തിലേക്ക് കുട്ടികൾ എത്തിച്ചാരാണെന്ന് ചോദിച്ചു. അതിന് നാരങ്ങ എന്തെന്ന് അറിയില്ല, നാരങ്ങ വെള്ളം അറിയില്ല, ലെമൺ ജ്യൂസ് കുടിച്ചു. അപ്പൊ അതാണ് മലയാളത്തിന്റെ അവസ്ഥ. ടീച്ചർ ഒന്ന് വിളിച്ചു നോക്കില്ല വൈനപ്പ് ചെയ്യാം. നെറ്റ്രോളുടനെ ജോയിൻ ചെയ്യും. അപ്പൊ ഈ നല്ല എഴുത്തുകാരികളും കഴിവുള്ളവരും ഒക്കെ അധ്യാപകരാകുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഗുണമുണ്ടാവും. ഇപ്പൊ ഈ ടീച്ചറിന് വളരെയധികം കാര്യങ്ങൾ എത്രയോ കവികളെ കോട്ട് ചെയ്താൽ പറയുന്നുള്ളതാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നവരാണല്ല, പക്ഷെ അവരെ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ തലമുറയും അധ്യാപകരും ജനങ്ങളും തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. ഇത് മാത്രം പറഞ്ഞു കൊടുത്താൽ ചിലപ്പം രക്ഷകർത്താക്കളൊന്ന് പരാതി പറയുകയായിരിക്കും, ആ ടീച്ചർ ഈ സാഹിത്യം മാത്രം പറയൂ, എന്റെ കൊച്ചിനെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയും. തീർച്ചയായിട്ടും തന്നെ പറയും. നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള നല്ലൊരു ഉപമാന ലക്ഷ്മണോദശി പറയുന്നുണ്ട്, ആമ കുംഭാമ്പ് സമാനമായുസനം. അതായത് ഈ വേവിക്കാത്ത കുടത്തിനകത്തിരിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥയാണ്. ചുട്ടെടുത്ത കുടത്തിലെ വെള്ളം നിൽക്കുകയുള്ളൂ,
പച്ച മണ്ണുകൊണ്ട് കുടത്തിനകത്ത് വെള്ളം കുറെ ലീക്ക് ചെയ്ത് പോകും. അപ്പൊ ആമ കുമ്പാമ്പ് സമാനം ആയുസുണ്ട്. അപ്പൊ ആയുസിന്റെ അവസ്ഥ എനിക്ക് അങ്ങനെ കൂടെ പറയുന്നുണ്ട്. കുറച്ചു കുറഞ്ഞു വരുമെന്ന്. ശരിക്കും ഓരോരുത്തരുടെ ആയുസ് എന്ന് പറയുന്നത് ഈ വേവിക്കാത്ത ചുട്ടെടുക്കാത്ത കുടത്തിനകത്ത് വെള്ളം പോലെയാണ് മനുഷ്യന്റെ ആയുസ്, എല്ലാ ജീവികളുടെ. നമുക്കിനിയിപ്പോ ഈ അടുത്ത ആഴ്ച ലോക ശാസ്ത്ര ദിനം പ്രമാണിച്ചൊരു പരിപാടിയുണ്ട്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. ഡോക്ടർ ശ്രീമാൻ ആൽബിയാണ് അതിന്റെ മുഖ്യ പ്രഭാഷണം. അതിന്റെ വിഷയം എന്ന് പറയുന്നത് ശാസ്ത്രം, വിവിധ വീക്ഷണങ്ങളിൽ. ഇപ്പൊ ശാസ്ത്രത്തിൽ ഒറ്റ വീക്ഷണമേ ഉള്ളൂ, മെറ്റീരിയൽ സയൻസിന്. അതല്ല, വ്യത്യസ്തമായ ഒരു വീക്ഷണം ശാസ്ത്രത്തിനുണ്ട് എന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും പങ്കെടുക്കണം. കാരണം ഹോമിയോപ്പതി പലപ്പോഴും ഈ ചലഞ്ചസ് നേരിടുന്നത് ഈ റോങ് ആയ ഒരു നോഷൻ വെച്ചിട്ട് ശാസ്ത്രത്തെ മെഷർ ചെയ്യുന്നതുകൊണ്ടാണ്. ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ടീച്ചറിന്. എന്തെങ്കിലും സജഷൻസ് ആർക്കുണ്ട് അതേത് പറയാം. നമുക്കൊരു 2 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. കുമാർ ഡോക്ടർ, ഷഫീഖ് ഡോക്ടറൊക്കെ അതെ, ഇതിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ട്? സലീംകുമാർ ഡോക്ടറെ. ഞാനേ മക്കളെ മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അതിന്റെ കോംപ്രഹെൻസീവ് സ്റ്റേറ്റ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുതിച്ചു വന്ന ആളാണ് നമുക്ക്, ബന്ധുക്കളുടെ കാര്യപറ്റുകാരൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, അവസാനം കുട്ടിയെ അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ കുട്ടി അമ്മയെ കൊച്ചു അവിടെ നിന്നോട്ടെ എന്നവരെ എനിക്ക് തീരുമാനിക്കുകയും പറയേണ്ടി വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നിട്ടും ഞാൻ വാശി പിടിച്ച് മക്കളെ സ്റ്റേറ്റ് സ്കൂളിൽ പഠിപ്പിച്ചു. അതിന്റെ ഗുണം മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായി. എന്നെ ഉപദേശിച്ച ആൾക്കാരുടെ മക്കളെക്കാൾ എൻ്റെ 2 മക്കൾക്കും ഞങ്ങൾ കുടുംബം അവരുടെ വ്യത്യാസം, ബുദ്ധിപരമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന വ്യത്യാസം കണ്ടപ്പോൾ മക്കൾക്ക് മനസ്സിലായത്. അതാണ് അങ്ങനെ അനുഭവിക്കുന്നു. വ്യത്യസ്തനായ ഒരു സലിംകുമാർ ഡോക്ടറെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് IFPA തിരിച്ചറിയുന്നുണ്ട്. ഡോക്ടർ എല്ലാ കാര്യത്തിലും വളരെ വ്യത്യസ്തമായ വീക്ഷണം, വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളാണ്. നമുക്ക് ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട് സലിംകുമാർ ഡോക്ടർ. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ ഇൻസ്ട്രുമെന്റിലാണ്, പങ്കെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. നന്ദി ഡോക്ടറെ. ഒന്നുകൂടെ വിളിച്ചു നോക്കില്ലേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിലേ. ദൗർഭാഗ്യവശാൽ മാഡത്തിന് നെറ്റ് പ്രോബ്ലം ആയിരിക്കും, കയറാൻ പറ്റുന്നില്ല. അപ്പൊ ശൈല ഡോക്ടറെ, നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. നന്ദി പറയാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടിയായിരുന്നു മലയാളം വെബിനാർ. ഇന്ന് നമുക്ക് 2 മലയാള ഭാഷയിൽ പാണ്ഡിത്യമുള്ള 2 മുത്തുകളെയാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അതിൽ നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നടത്താനായി എത്തിയത് ശ്രീ വിനോദ് വൈശാഖി സാറായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്രോഷറൊക്കെ കണ്ടപ്പോഴേ നല്ലൊരു സാഹിത്യകാരന്റെ എല്ലാ പ്രൗഢതയും ആ ഫോട്ടോയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യമാണ് മലയാള ഭാഷയിലുള്ളത്. സമയം തികയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അറിവുകളെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയത്. നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ ഉദ്ഘാടനം നടത്തുകയും ചെയ്ത ശ്രീ വിനോദ് വൈശാഖി സാറിന് IFPHന്റെ പേരിലുള്ള ബഹുമാന പുരസ്സരമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷകയായി എത്തിയത് ശ്രീമതി ഷൈന കൈരളി ആണ്. നല്ലൊരു അധ്യാപികയും അതുപോലെ തന്നെ നല്ലൊരു പ്രഭാഷകയും സാഹിത്യകാരിയും കൂടി നിരൂപകയും കൂടി ആയ ശ്രീമതി ഷൈന കൈരളിയെ അതുപോലെ തന്നെ നല്ല പാണ്ഡിത്യമാണ് മലയാള ഭാഷയിൽ. എത്ര കവിതകളാണ് നമുക്ക് അത് ബന്ധപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്നത്. വളരെ നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ച ശ്രീമതി ഷൈന കൈരളിക്കും IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും, അതുപോലെ ഇതൊന്ന് കാഴ്ചക്കാരായി കേൾവിക്കാരായി എത്തിയ എല്ലാ ഡോക്ടേഴ്സിനും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, ഇനി നാളെ യൂട്യൂബ് വഴി ഇത് കാണുന്ന എല്ലാ വ്യക്തികൾക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മോഡറേറ്റ് ചെയ്ത ഡോക്ടർ മനോജ് GS, വ്യത്യസ്തമായ പരിപാടികൾ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അത് നടത്തുന്നതിൽ പ്രത്യേക പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജിന് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്കിന്ന് ആശംസകൾ അർപ്പിച്ച ഹോമിയോപ്പതി സ്നേഹി കൂടിയായ യൂട്യൂബർ കൂടിയായ ഷാലു രാജനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇതോടുകൂടി 1635 ദിവസത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ശുഭരാത്രി നേരുന്നു.